ലാലേട്ടൻ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ അക്ബറിനെയും നെവിനെയും ആരനെയും വറുത്തു എന്നുള്ളതല്ലാതെ ഇവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഇപ്പം അനുമോളുടെയും നൂറയുടെയും ആതിരയുടെയും ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ അക്ബറിന്റെയും നെവിന്റെയും ആരന്റെയും ഭാഗത്താണെങ്കിലും രണ്ട് വശത്തും തെറ്റുണ്ട്. എപ്പോഴും നമ്മൾ ശരി പറയുമ്പോഴത്തേക്കും നമ്മൾ തെറ്റും പറയണം. കുറേ പേര് അനുമോളുടെ വിയാറ മറ്റത് മറിച്ച് എന്നൊക്കെ പറയുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പറയുന്നത്. എടുത്ത് ഞാൻ പറയുന്നത് അനുമോൾ കിട്ടും ഒന്ന് രണ്ടെണ്ണം കൊടുക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് ലാലേട്ടാ. അതെന്താ പറയാത്ത? എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ആവുമെന്ന് കരുതിയിട്ടായിരിക്കാം അത് പറയാതിരിക്കുന്നത്. കാരണം ഈ ഒരാഴ്ച മൊത്തവും ഏറ്റവും കൂടുതൽ ഈ അതിനകത്ത് അനുമോളെ ഇങ്ങനെ കാണിച്ചതിന് പറയണം, അനുമോളെ കാണിച്ചതിന് പറയണം, ഈ സാധനമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇതിൽ ഇനിയിപ്പം നമ്മൾ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സീനാകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം മേ ബി അനുമോളെ ഒന്നും പറയാതിരുന്ന കുട്ടി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച. അപ്പം അത് പറയണമായിരുന്നു. നെവിൻ വെള്ളം ഒഴിച്ചതുപോലെ തന്നെ അനു ഒഴിച്ചതും തെറ്റാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റാണ്. നെവിൻ അവിടെ ആദ്യം ചെയ്തത് ഭയങ്കര തെറ്റാണ്. അനു അത് തിരിച്ചൊഴിച്ചപ്പോൾ നിങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഇല്ലാതായി. ആ സാധനം പറയണമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന കണക്ക് ഇവർ കുറച്ചൊക്കെ വുമൺ കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട്. വുമൺ കാർഡ് ഇറക്കി നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്, അത്യാവശ്യ രീതിക്ക്. അപ്പൊ ആ കേസ് ചർച്ചയിൽ വന്നില്ല. എനിക്ക് തോന്നുന്നു നാളെയും കൂടെ ഉണ്ടല്ലോ, നാളെ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ആ കേസ് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ലൂപ്പിൽ പെട്ടുപോയി. ചില വിഷയങ്ങൾ സംസാരിക്കുന്നു, അത് ആ ടോപ്പിക്ക് സംസാരിച്ച് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിനൊക്കെ വന്ന ലാലേട്ടൻ ഷാനവാസിന്റെ വിഷയം. അപ്പൊ ഇത് തീരുന്നുണ്ടേ. ഇത് തീർന്ന് കുറച്ചൊന്ന് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ലാലേട്ടൻ അല്ല ഷാനവാസിന്റെ വിഷയം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടുതലും ഷാനവാസ് ഇങ്ങനെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. എല്ലാ ടോപ്പിക്കുകളായാലും പൂർണ്ണമായിട്ടും അത് തീരുന്നില്ല. വീണ്ടും അത് ചോദിച്ചുകൊണ്ട് വന്നു. ടിക്കറ്റ് ഫിനാലയുടെ കേസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഓരോ ടാസ്കും എടുത്തു വെച്ചു. ടാസ്ക് 1 മുതൽ 10 വരെ എടുത്തു വെച്ചിട്ട് അതിനകത്ത് നടന്ന കാര്യങ്ങൾ. ടാസ്ക് 1 സാബുമാനും ആരനൂടെ കൈവിട്ട കേസ്, അതുപോലെ തന്നെ അടുത്ത് ടാസ്ക് 2 നടന്നിട്ടുള്ള ഇൻസിഡൻസ്, 3 നടന്നിട്ടുള്ള ഇതെല്ലാം അത്യാവശ്യം വേണ്ടുന്ന ലെവലിൽ ചോദിച്ചു. പക്ഷെ ഞാൻ ആ ബോൾ ടാസ്കിൽ കൂടുതലായിട്ട് ചോദിക്കുമെന്ന് കരുതി. കാരണം നെവിൻ അവിടെ പറക്കി അനുവിനെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്ത് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് ടാർഗറ്റ് ചെയ്ത് അക്ബറിനെ എറിയുന്നുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ആ സാധനം വന്നില്ല. അത് വന്നില്ല. ജനറലായിട്ട് ചോദിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ 10 എണ്ണം ഇല്ല, നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ടിക്കറ്റ് ഫിനാലയുടെ ബാഡ്ജ് നൂറയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നെവിന് ഒരു മുട്ടൻ പണി കൊടുക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എവിക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെവിൻ ഒരു മുട്ടൻ പണി കൊടുക്കും. എന്തായിരിക്കും ആ മുട്ടൻ പണി? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ലാലേട്ടൻ കൊടുക്കാൻ പോകുന്ന ആ മുട്ടൻ പണി? എന്തായാലും ഡയറക്റ്റ് നോമിനേഷനിൽ ഇടൂല. സ്ട്രൈക്ക് ഒന്നും ഇനി കൊടുത്തിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ 85 ദിവസമായി. ഇനി എന്തിനാണ് ഈ സ്ട്രൈക്ക് കൊടുക്കുന്നത്? സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ട് എന്ത് ഉപയോഗം? അടുത്ത ആഴ്ചയോടുകൂടി ഷോ തീരുവാണ്. അപ്പോൾ പിന്നെ സ്ട്രൈക്ക് കൊടുത്തിട്ട് പിന്നെ എന്തായിരിക്കും ആ കൊടുക്കാൻ പോകുന്ന പണി എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഷാനവാസിൻ്റെ വിഷയത്തിൽ നല്ലപോലെ തന്നെ ലാലേട്ടൻ വന്ന് ആദ്യമേ ചിരിച്ച് കളിച്ച് നിൽക്കാതെ ആ കേസ് തന്നെ ചോദിച്ചു. ഭയങ്കര കലിപ്പല്ല, ചോദിച്ചു. നെവിനെ കുറച്ച് കുടഞ്ഞു. നെവിൻ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായതിനൊക്കെ അന്ന് നടന്ന ഈ വീടിനകത്ത് കിടന്ന് കാണിച്ച ഒരു കാര്യങ്ങളൊന്നും തന്നെ കാണിക്കാതെ ലാലേട്ടൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നിന്നു. അത് വേറൊരു കാര്യമാണ്. മറ്റത് ന്യായീകരിക്കാൻ നിന്നില്ല. അത് നെവിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പറ്റിപ്പോയി, ഇൻറ്റൻഷ്യലി ചെയ്തതല്ല. പക്ഷേ എറിഞ്ഞതാണ് എന്നൊരു സാധനം ഇന്ന് നെവിൻ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ബാക്ക് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ എറിഞ്ഞതാണോ ഈ പാല് തെറിച്ചതാണോ അതൊന്നും നമുക്കറിയില്ല. അപ്പം എറിഞ്ഞത് തന്നെയാണ് എന്ന് നെവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എറിഞ്ഞ സാധനം അവിടെ കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഇന്ന് നെവിൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന പ്രധാന സംഭവങ്ങൾ? ബിഗ് ബോസ് സീസൺ 7 ഡേ 83 ഒക്ടോബർ 25 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. ഓക്കെ, ലാലേട്ടൻ ഫസ്റ്റ് തന്നെ നെവിൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നെവിൻ എന്താണ് പ്രശ്നം? നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനം തന്നെയാണ്. ഇന്ന് പ്രൊമോ അതുപോലെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പ്രൊമോ അതുപോലെ തന്നെ പ്രൊമോയിലുള്ളത്. സാധാരണ പ്രൊമോ ഇവിടുത്തെ ഒരു ഡയലോഗ് അപ്പുറത്തെ ഡയലോഗ് അങ്ങനെ കെട്ടുന്ന കുറച്ചൊക്കെ എന്ന് പ്രൊമോയിലുള്ള പോലെ തന്നെ വന്നു. എന്താണ് നെവിൻ്റെ പ്രശ്നം? എന്തൊക്കെയാണ് നെവിൻ ഇവിടെ ചെയ്ത് കൂട്ടിയത്? നെവിനെ കൊണ്ട് തന്നെ പറയിക്കുന്നുണ്ട്. നെവിൻ ഷാനവാസ് ഇഷ്യൂ ആയിക്കോട്ടെ, അനുമോളുടെ ഇഷ്യൂ ആയിക്കോട്ടെ, രണ്ടും പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ അതും കട്ടിലിൻ്റെ കേസ് കാണിക്കുന്നുണ്ട്. വീഡിയോ സഹിതം ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നു. അവിടെ ആര്യൻ്റെ ചിരി, ആര്യൻ
അനുമോളുടെ കട്ടിലിന്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ ആര്യന്റെ ചിരി പുറത്ത് വരുന്നുണ്ട്. അത് വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആര്യം പിന്നീട് എന്തിനാണ് ചിരിച്ചിട്ട് വന്ന് പിന്നീട് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള ലെവലിൽ ലാലേട്ടൻ സംസാരിക്കുന്നത്. കാരണം ആദ്യം വെള്ളം വീണപ്പോൾ ആരും ചിരിച്ചു, പിന്നെ എന്തിനാ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു എന്നുള്ള ലെവലിൽ ലാലേട്ടൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഞാൻ അന്നേരം പറഞ്ഞത് ആരും ചിരിച്ചെങ്കിൽ ചിരിക്കട്ടെ, അത് ആരുടെ ഇഷ്ടം. പക്ഷെ ചിരിച്ചെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം അനുഭവം എടുത്താൽ നിനക്കത് വേണമായിരുന്നു എന്ന് തന്നെ ആരുടെ പറയായിരുന്നു. ഇതിപ്പോൾ അന്നേരം ചിരിച്ചിട്ട് പിന്നീട് ഇത് കണ്ടിട്ട് ശരിയായില്ല, അത് ചിരി എന്ന് പറഞ്ഞാൽ സാധാരണ ചിരിയൊന്നും അല്ല. ഒരു 10-25 സെക്കൻഡ് ഉണ്ട് ആ ചിരി, അങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയാണ് സാധനം. ഓക്കെ, അടുത്ത് ആദില ഒഴിക്കുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. അതുപോലെ തന്നെയാണ് നെവിൻ ഒഴിച്ചതെന്നുള്ള കേസ്. അപ്പോൾ ആദില പറഞ്ഞാൽ ഞാൻ ഈ പാട്ടയും കുപ്പിയൊന്നും പറക്കി കൊണ്ടുപോയി അല്ല ഒഴിക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ തളിക്കും എന്നുള്ള ലെവലിലാണ്. അടുത്ത് നെവിൻ്റെ എന്താ പറയുക, നെവിനെ ഈ പറയുന്ന അക്ബറിൻ്റെ അടുത്താണ് അഭിപ്രായം ചോദിക്കുന്നത്. എന്താണ് ഈ വെള്ളം തളിച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അക്ബർ ഇല്ല, ഞാൻ ആദ്യമേ എതിർത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ദെൻ അനീഷിൻ്റെ അടുത്തോട്ട് ക്യാപ്റ്റൻസിയുടെ കാര്യം ചോദിച്ചു തുടങ്ങണം. ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നു വലിയ രീതിക്ക് ചർച്ചയായിട്ടില്ല, ചെറുതായിട്ടൊന്ന് പൊടിക്ക് ഒരു കല്ല് പോലെ അനക്കി വെച്ചിട്ടുണ്ട്. അപ്പം അനീഷ് കറക്റ്റ് പറയുന്ന ഡയലോഗ് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി കിട്ടിയതിൻ്റെ അഹങ്കാരം തലയ്ക്ക് മത്ത് പിടിച്ച ക്യാപ്റ്റനായിരുന്നു ഇവരെന്ന്. അത് കറക്റ്റ് ഡയലോഗാണ്, അതാണ് ആപ്റ്റ് ഡയലോഗ്. ചില സമയത്ത് നമ്മൾ ഈ ഡയലോഗുകൾ പറയാൻ വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല എന്താണ് അവിടെ കറക്റ്റ് ആപ്റ്റ് വേർഡ്. ഇത് കറക്റ്റ്, ഇതാണ് കറക്റ്റ് വേർഡാണ്. അവർക്ക് കിട്ടിയ സാധനം അവരെ എക്സ്പോസ്ഡ് ആയി, അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവരുടെ അഹങ്കാരത്തിൽ മത്ത് പിടിച്ചാണ് ഈ വേറെ എല്ലാം ചെയ്തു കൂട്ടിയത്. ദെൻ നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നെവിനും അനുമോളും കൂടെ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വിഷയത്തിന്റെ കേസ് എന്താണ്. പ്യുവർലി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിപ്പം അനുവിൻ്റെ അടുത്തും നല്ല സാബുമാൻ്റെ അടുത്തും കലിപ്പ് തന്നെയാണ്. നെവിന് കലിപ്പ് തന്നെയാണ്, അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാബുമാൻ അധികം പറയുന്നില്ല, അത് അവൻ്റെ ഗെയിം ആണെന്ന് പറഞ്ഞാണ് വിടുന്നത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് ഗെയിമായിട്ട് തോന്നിയിട്ടില്ല നെവിൻ്റെ. കാരണം നെവിനെ ആരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരായാലും നെവിൻ അവരുടെ അടുത്തൊരു പോസ്റ്റൽ റിവെഞ്ച് ഉണ്ട്. നമ്മുടെ ഷാനവാസിനില്ലേ ഒരു പോസ്റ്റൽ റിവെഞ്ച് നോമിനേറ്റ് ചെയ്തത്, ആ സെയിം സാധനം നെവിന് ഉണ്ട്. ഓക്കെ, ദെൻ അനു പറയാണ് പുറത്തെ സപ്പോർട്ട് അവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ കളിക്കുന്നതെന്നുള്ള സാധനം എടുത്തിടുന്നുണ്ട്. അപ്പം ലാലേട്ടൻ അതങ്ങ് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ്, പുറത്ത് അങ്ങനെ ഒരു വിഷയവും ഇല്ല, നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ്. നെവിൻ പിന്നീട് അനുമോളുടെ കുറച്ച് സാധനങ്ങൾ അവിടെ എടുത്തിടുന്നുണ്ട്. മറ്റേ പുരുഷനെ പറ്റി പറയുന്നതായിക്കോട്ടെ, ആണുങ്ങളുടെ സ്വഭാവം, പുരുഷ ഗുണം, ഈ സാധനമൊക്കെ അവിടെ ആ ടോപ്പിക്കുകളൊക്കെ എടുത്തിരുന്നത്. പക്ഷേ ലാലേട്ടൻ അധികം പിടിക്കുന്നില്ല. അനു അങ്ങനെ പറഞ്ഞു. അപ്പോൾ അനു പറയുന്നത് എന്നെ ഇങ്ങനെ പറയാൻ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കാര്യം ലാലേട്ടൻ ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കണമായിരുന്നു. അത് ഭയങ്കരമായിട്ട് വാല്യുബിൾ ഉള്ളൊരു സാധനമാണ്. അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല, ഞാൻ അതാണ് ആലോചിക്കുന്നത്. കാരണം അവിടെ നെവിൻ്റെ ഭാഗത്ത് നെവിൻ കാണിച്ച ആക്ട് തെറ്റാണ്, അത് അനു തിരിച്ചും കാണിച്ചു തെറ്റാണ്. നെവിൻ വീണ്ടും കൊണ്ടൊഴിച്ച് തെറ്റ് തന്നെയാണ്. ഓക്കെ, അത് ഒരു സെക്ഷൻ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് അലയ്ക്കുന്ന ടൈമിനകത്ത് അനു അവിടെ പറയുന്നുണ്ട് ആണുങ്ങളെ പോലെ, അല്ലെങ്കിൽ ഒത്ത ആണുങ്ങളെ പോലെ. അപ്പം നെവിൻ ചോദിക്കുന്നത് എന്താണ് ഒത്ത ആണുങ്ങൾ, മീശയും താടിയൊക്കെ എനിക്കുണ്ട്. അപ്പം നെവിൻ ആ കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോഴും ഫയലിൽ ആണെന്നാണ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അപ്പം അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ട. അപ്പം ആ ടോപ്പിക്ക് ലാലേട്ടൻ അധികം ചോദിച്ച് അത് വാന്തി പൊളിച്ചിടാനുള്ള സാധനമാണത്. അത് പണ്ട് കാലത്തെ ചിന്താഗതിയാണ്. അത് വാന്തി പൊളിക്കാൻ ലാലേട്ടൻ പൊളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് അനുവിനെ അങ്ങനെ അധികം ഒന്നും പറഞ്ഞില്ല മക്കളെ. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ആഴ്ചയും പറയുന്നുണ്ട്, ഒന്നുകിലും ഫ്രീ ആക്കിയതായിരിക്കും, ഇല്ലെങ്കിൽ പുറത്ത് ഭയങ്കര വിവാദം ആയതുകൊണ്ട് വെറുതെ വിട്ടതായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കണം. അല്ലാതെ തെറ്റൊന്നും ചെയ്യാതെ ഒന്നും ഇരുന്നിട്ടില്ല അനു. കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ ഫാക്ട്. ദെൻ സാബുമാനെ ട്രിഗർ ചെയ്യുന്ന കേസ് വയ്ക്കുമ്പോൾ സാബുമാൻ നൈസായിട്ട് സ്കൂട്ടാവുന്നില്ല. എൻ്റെ പൊന്നെ, സാബുമാനെ കണ്ടാൽ ഞാൻ ചിരിച്ചത്. കാരണം ഫൗണ്ടേഷൻ മുഖത്തിന് ചേരുന്നില്ല. എനിക്ക് പെട്ടെന്ന് സാബുമാനെ കണ്ടപ്പോൾ ഓർമ്മ വന്നു. പ്രൊമോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. സാബുമാനെ കണ്ടപ്പോൾ നമ്മുടെ ചതിക്കാത്ത ചന്തുവിലെ എന്താ പറയുക, ഇതുണ്ടല്ലോ മലമ്പൂതം സലീംകുമാർ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. നല്ല ഫൗണ്ടേഷൻ ചേരുന്നില്ല, സൂപ്പർ. നെവിൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്, എന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് നെവിൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സാബുമാനെ ചെയ്ത് ആരിങ്ങനെ ചെയ്ത് തൊലച്ചു കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പാവം. അങ്ങനെ സാബുമാനെ ട്രിഗർ ചെയ്യുന്ന കാര്യം ചോദിക്കുന്നു. സാബുമാൻ എന്നെ ട്രിഗർ അല്ല, എന്നെ അവനെ നല്ലപോലെ അറിയാം, എന്നെ പട്ടമാണെന്ന് വിളിക്കും, പിന്നെ മരപ്പാവയാണെന്ന് പറയും. പക്ഷെ അതൊക്കെ അവൻ്റെ ഗെയിമാണെന്ന് പറഞ്ഞ് സാബുമാനെ അങ്ങ് കളയുന്നുണ്ട്. അടുത്ത മോഷണ കേസിലോട്ട് വരുന്നു. ലക്ഷറി ഫുഡുകൾ ഒറ്റയ്ക്ക് നെവിൻ അടിച്ചു മാറ്റി തിന്നുന്ന കേസ് പറയുന്നുണ്ട്. ആരും ഒന്നും പറയില്ല ചെയ്യില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നെവിനുണ്ട്. ഇത് ലാലേട്ടനും കൂടി ഇട്ടുള്ള ഒരു കൊട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആരും ഇവൻ്റെ അടുത്ത് ചോദിക്കില്ല, ആരും ഒന്നും പറയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെന്ത് വർത്താനമാണ് നൂറ നിങ്ങൾ അങ്ങനെ പറയുന്നത്, നമ്മൾ ചോദിക്കില്ലേ? ഇങ്ങനെ പറയുന്നൊരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തു, സത്യം മക്കളെ. പക്ഷേ അങ്ങനെ ഒരു സാധനം ലാലേട്ടൻ ചോദിച്ചില്ല. ലാലേട്ടൻ പറഞ്ഞത് ഇല്ല, നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. എന്താണ്, അങ്ങനെയൊന്നുമില്ല നെവിൻ, ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ്. പിന്നെ ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു, അതായത് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്കുള്ളത് ഞാൻ തരാം എന്ന് വളരെ വ്യക്തമായിട്ട് ആ കേസിൽ പറയുന്നുണ്ട്. ഓക്കെ,
അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് മൊത്തം മിക്സ്ചർ ആണെന്ന് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഷാനവാസിന്റെ ടോപ്പിക് എടുത്ത് A to Z വെച്ചത് തീർക്കുകയോ അല്ലെങ്കിൽ കിച്ചണിലെ വിഷയം എടുത്ത് A to Z വെച്ച് അങ്ങനെയല്ല മക്കളെ. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇതിലോട്ട് വരും. ഇവിടെ വേറൊരു ടോപ്പിക് ഉണ്ട്, അത് ഇതിൻ്റെ ഇടയിൽ കയറി. ഇത് മിക്സ്ഡ് ആണല്ലോ, കണക്റ്റഡ് ആണല്ലോ വിഷയം. ലാലേട്ടനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എല്ലാം കൂടെ കൊണ്ട് അത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്ന് ലാലേട്ടൻ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അടുത്ത് കിച്ചന്റെ വിഷയങ്ങളിലേക്ക് വരുന്നു. കിച്ചന്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യൂട്ടി ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അവിടെ വിഷയങ്ങൾ ഉണ്ടായത്, ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ അതെല്ലാം ചർച്ചയാവുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഫസ്റ്റ് ഡേയുടെ ഫുഡ് വൈകി. അപ്പൊ പക്ഷെ അവിടെ അക്ബർ പറഞ്ഞതില് അക്ബർ ഒരു ദിവസം വിട്ടുപോയി, അക്ബർ ഒരു ദിവസം അവിടെ മറന്നുപോയി. അത് അക്ബറിന്റെ മിസ്റ്റേക്ക് ആണോ മാനിപ്പുലേറ്റ് ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അക്ബർ അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ ഇതുപോലെ തന്നെ നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഡേ ഫുഡ് ഉണ്ടാക്കി അപ്പോൾ വൈകി, പിന്നീട് മൂന്നാമത്തെ ഡേ ആണ് ഈ ഫുഡ് ഉണ്ടാക്കി വൈകിയതിന്റെ മൂന്നാമത്തെ ഡേ ആണ് എന്താ മറ്റേ വെസലിന്റെ പേരിൽ വഴക്ക് നടക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. അത് കഴിഞ്ഞ് മോർണിംഗിൽ എന്ത് ചെയ്യുന്നു, ഇവര് ഫുഡിന്റെ കേസിൽ കഴിക്കാതാവുന്നു, പ്രശ്നമാവുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് വെസൽ ഉണ്ടാക്കി വെച്ചിട്ട് വഴക്കാവുന്ന കേസ്. അപ്പൊ അത് ലാലേട്ടനും തിരുത്താൻ പോയി. എനിക്കൊന്ന് ലാലേട്ടൻ അറിഞ്ഞുകൂടെയായിരിക്കും, ലാലേട്ടനും തിരുത്താൻ പോയില്ല. പക്ഷെ അനു നൂറെ അതിലെ കൂടെ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ലാലേട്ടൻ പൊക്കി ചോദിക്കണം, അതങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ശരിയാവുമായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞത് നിങ്ങൾ വല്ല കാര്യം ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകാൻ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ തലയിലായെന്ന് ചോദിച്ച് വിടുന്നുമുണ്ട്. അടുത്ത് നൂറ ഫുഡ് സ്കിപ്പ് ചെയ്ത കേസ് പറയുന്നുണ്ട്, ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാത്തതിന്റെ കേസ്. പിന്നെ രാത്രിയിൽ ഇവർ ആഹാരം കട്ട് തിന്നുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ട് കൂട്ടരും നല്ല വൃത്തിക്ക് കട്ട് തിന്നുന്നുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ ആദ്യം ചെയ്യുന്നത് അക്ബർ പടയാണെന്നേ ഉള്ളൂ. പക്ഷെ രണ്ട് കൂട്ടരും കട്ട് തിന്നുന്നുണ്ട്, അവിടെ ഒരു വ്യത്യാസവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷാനവാസിന്റെ കേസിലോട്ട് വരുന്നുണ്ട്. നവീൻ ചെയ്ത സംഭവം എന്താണോ അതുപോലെ തന്നെ അത് ഏറ്റു പറയുന്നുണ്ട്. എറിഞ്ഞു, എൻ്റെ തട്ടിപ്പറിച്ചു, ഞാൻ എറിഞ്ഞു, ഇന്റൻഷ്യലി ചെയ്തതല്ല എന്നുള്ള കാര്യം. അനീഷ് പറയുന്നുണ്ട് നവീൻ അഗ്രസീവ് ആയിരുന്നു, കിച്ചണിൽ ബാധ കയറിയ പോലെ ആയിരുന്നു, എന്താ പറയാ, നമ്മൾ അറിയാതെ നമ്മുടെ ഫുഡെല്ലാം മോഷ്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നൂറ പറയുന്നുണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നു, പഴയ ടോപ്പിക്കിലോട്ട് ഷാനവാസിന്റെ കേസ് പറഞ്ഞ് വീണ്ടും ആഹാരത്തിന്റെ കേസിലോട്ട് പോകുന്നു. അതെ, ഇവർക്ക് എടുക്കാമെങ്കിൽ നമുക്കും എടുക്കാൻ ലാലേട്ടൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. ലാലേട്ടൻ ഇങ്ങനെ പടമായിട്ടിരിക്കുന്നത് എന്ത് പറയാനാ, ഇവരുള്ള കാര്യമല്ലേ പറയുന്നേ. പക്ഷെ എനിക്ക് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്കെൻഡാണിത്. ഇതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് ലാലേട്ടൻ്റെ ഒരു കത്തൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ദെൻ അടുത്ത് ആദില പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഇവിടെ സ്ട്രെസ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട്. ആദില പറഞ്ഞു വരുന്ന സാധനം ഷാനവാസിന്റെ കേസാണ്. അതായത് പൂർണ്ണമായിട്ടും നെവിൻ ഷാനവാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തോ എന്നൊരു സാധനം ലാലേട്ടൻ ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നെവിൻ്റെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ല എന്നൊരു സാധനം ആദില അവിടെ പറയുന്നുണ്ട്. എന്താണ്, വെറുതെ നിന്നൊരു കാര്യത്തിന് അവിടെ സ്ട്രെസ് കൊടുത്തായിരുന്നു, വഴക്കുണ്ടായി ഷാനവാസിക്കയും സ്ട്രെസ് കൊടുത്തു. അത് ആദില പറഞ്ഞ കറക്റ്റ് സാധനമാണ്. നെവിനെ മാത്രം നമുക്ക് ആ കേസ് ഒന്നും പറയാൻ പറ്റില്ല, ഷാനവാസിന് സ്ട്രെസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്ത് ഷാനവാസിനെ കൊണ്ടുപോകാൻ നേരത്ത് ഇവരവിടെ കിടന്ന് കൂടിയ വഴക്കും അടിയും ആരനുമായിട്ടുള്ള വിഷയങ്ങൾ അതെല്ലാം വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. ആരൻ തള്ളിയത് മാത്രം വീഡിയോയിലില്ല, കട്ടാണ്. പക്ഷെ ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ 8 മിനിറ്റോളം ഇവരവിടെ കിടന്ന് വഴക്ക് കൂടുന്നുണ്ട്. അനീഷ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അന്നേ ലൈവിൽ പറഞ്ഞതാണ്, അനീഷും സാബുമ മിണ്ടുന്നില്ല, അനീഷാണ് ഷാനവാസ് എഴുന്നേക്കുന്നത്. ബാക്കി എല്ലാവരും പൂര വഴക്കാണ്. ഒരാളവിടെ, ഞാൻ ഇതുപോലെ പറഞ്ഞു, ഒരാളവിടെ വയ്യാതെ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഇവന്മാർ ഈ കാണിക്കുന്ന വേലകൾ. ഇത് മാറ്റി വെക്കണ്ടേ നേരത്തെ. ആ സംഭവം ലാലേട്ടൻ ചോദിച്ചത് എനിക്ക് അത് ചോദിച്ചില്ല എന്നെങ്കിൽ ഇന്നിപ്പം എനിക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നു. ആ കേസ് എന്തായാലും ലാലേട്ടൻ ചോദിച്ചു. കാരണം ഇവരെന്തിനാ നടക്കുന്നത്, ഷാനവാസ്. ഞാൻ ആലോചിക്കുക, അയ്യോ ഇപ്പൊ തന്നെ നമുക്കൊക്കെ ഒരു പനി, ഒരു തലവേദന വന്നാൽ തന്നെ നമ്മുടെ ചുറ്റും നിന്ന് ആൾക്കാർ അലയ്ക്കുമ്പോൾ നമുക്ക് ആകെ തലവരിക്കൂല്ലേ. അപ്പൊ ഇതേ സാധനം അവിടെ ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് അയാളവിടെ വീണ് കിടക്കുക. അപ്പം ഇങ്ങനെ ചുറ്റും നിന്ന് ഈ കിടന്ന് കളിക്കുമ്പോഴത്തേക്ക് മരണപ്രാളത്തിൽ അയാൾ എന്താ ചെയ്യുക, അയാൾ വരട്ടെ, ഇനി വരുമ്പോൾ നമുക്കറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, ദെൻ നെവിൻ ഇന്റൻഷ്യലി ഞാൻ ചെയ്തതല്ല എന്ന് വീണ്ടും ഇന്റൻഷ്യലി എന്നിങ്ങനെ ഒന്ന് പതിയെ പറയുമ്പോൾ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇന്റൻഷ്യലി ആണ് നിങ്ങൾ ചെയ്തത് നെവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നമ്മൾ ആദ്യം ഡ്രാമയാണെന്നൊക്കെയുള്ള കേസ് കരുതി എന്നുള്ള കേസ് പറയുമ്പോഴത്തേക്കും അനു പറയുന്നുണ്ട് പ്രശ്നത്തിന്റെ കാരണമേ അക്ബറാണ്. അക്ബർ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അനു അക്ബറും കൂടെ അവിടെ കിടന്ന് വഴക്കാണ്. അപ്പോൾ അനു തുടക്കം മുതലേ ഉള്ള കാര്യം പറയണ, വെസൽ തലേന്ന് രാത്രി കഴുകി വെച്ചു, അക്ബർ വന്നു, അത് വീണ്ടും കഴുകാൻ പറഞ്ഞു, ഞാൻ കഴിവില്ല, ഷാനവാസിക്കാരുടെ ടൈമാണ്, ഷാനവാസിക്ക കഴുകി കൊടുക്കില്ല എന്ന് പറഞ്ഞു, പൊടിയുള്ള. അപ്പം അങ്ങനെയാണ്, അതാണ് വിഷയം തുടങ്ങുന്നത്. അക്ബറാണ് ഇതിന്റെ മൂല കാരണം. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ കയ്യടി, പുറത്ത് പ്രേക്ഷകരുടെ കയ്യടി, അകത്ത് ഇവർക്ക് കേൾക്കാം. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം, 2 സ്ഥലത്ത് നിന്ന് പ്രേക്ഷകർ കൈയടിച്ചിട്ടുണ്ട്. 2 സ്ഥലത്ത്. ഒന്ന്, അനു ഇങ്ങനെ അക്ബറിന്റെ കേസിൽ, അക്ബർ പാത്രത്തിന്റെ കേസ്, അക്ബറാണ് ഇത് തുടങ്ങി വെച്ചത്, അങ്ങനെയാണ് ഇത് ഇവിടെ വരെ എത്തിയത് എന്നുള്ള കാര്യം പറയുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ട്. ദെൻ ആരെയും അനുവും കൂടെ പിടിച്ചു തള്ളിയ കേസും ലാലേട്ടൻ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അടുത്ത് കൊല്ലാൻ നോക്കി എന്ന് ആദില പറഞ്ഞു, നൂറ പറഞ്ഞു, അതുപോലെ തന്നെ അനുമോള് പറഞ്ഞു എന്നുള്ള കാര്യം നെവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൊല്ലാൻ നോക്കി ഷാനവാസിക്ക്. ആ സംഭവം ഒന്ന് ചർച്ചയാവുന്നുണ്ട്.
അതങ്ങനെ പറയാൻ പാടില്ല എന്ന് ലാലേട്ടൻ സ്ട്രിക്ട്ലി പറയുന്നുണ്ട്. അത് കഴിയുന്നു. പിന്നീട് ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് എന്താണ് നെവിൻ വീണ്ടും ആ ടോപ്പിക്കിലേക്ക് വരും. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എന്താണ്, ഞാൻ ഈ പറയുന്ന പോലെ ഷാനവാസിക്ക് പോയി കഴിഞ്ഞാൽ തൊട്ട് പിറകെ ഞാനും പോകാൻ തന്നെയായിരുന്നു ഇരുന്നത്, എൻ്റെ ഡ്രസ്സ് വരെ ഞാൻ പാക്ക് ചെയ്ത് റെഡി ആയാണ് ഇരുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ ഡ്രസ്സ് വരെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇരുന്നതാണ് ഡ്രാമ അല്ല ലാലേട്ട? അതെ, അതാണ് ഡ്രാമ എന്ന് ലാലേട്ടൻ പറയുകയാണ്. അപ്പോഴും പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ട്. ഈ 2 സമയത്താണ് പ്രേക്ഷകർ കൈയടിക്കുന്നത്. നെവിൻ എവിക്ഷനിൽ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെവിനുള്ള പണി ഞാൻ തരും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ അതിൻ്റെ കൺഗ്രാറ്റ്സ് പറയുന്നു. ഓരോ ടാസ്കുകളുടെയും വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. ഫസ്റ്റ് ടാസ്കിൽ ആര്യൻ കൈയെടുത്തത് സംസാരിക്കുകയാണ്. അവിടെ നമുക്ക് ആര്യനെയും അനുമോളെ തെറ്റ് പറയാൻ പറ്റൂല മക്കളെ. കാരണം ഒരു പക്ഷേ ആര്യൻ ഗെയിം കളിച്ചതായിരിക്കാം, അത് ആര്യൻ്റെ ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. അനുമോൾ അവിടെ കാണിച്ചത് മൈക്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അനുമോൾ അവിടെ സ്ട്രിക്ട്ലി പറയണമായിരുന്നു. പിന്നെ അവിടെ മൈക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു കൺസിഡറേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്നും ബിഗ് ബോസിനോടൊന്നും പറയാൻ പറ്റില്ല, നിസ്സഹായ അവസ്ഥയിലായിപ്പോയി. കറക്കം തളിക ടാസ്കിൽ അനീഷും സാബുമാനും കൂടെ ആ സാധനം ഊരിയെടുത്തതിനെ പറ്റി ചർച്ചയാവുന്നുണ്ട് തമാശ രൂപേണ. ബോൾ എറിഞ്ഞ കേസിനകത്താണ് വലിയ ചർച്ചയാവുന്നില്ല. അനുവിനെ ടാർഗറ്റ് ചെയ്ത് എറിഞ്ഞുവല്ലേ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. മീൻ ടാസ്കിനകത്ത് അനുവിനെ ട്രോളുന്നുണ്ട്. ചക്രവ്യൂഹത്തിന്റെ കാര്യം വരുന്നു. ഇതുങ്ങൾക്ക് ഒരെണ്ണത്തിനും അറിയത്തില്ല കേട്ടോ. ചക്രവ്യൂഹം എന്താണ്, മഹാഭാരതം എന്താണ്, ചക്രവ്യൂഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ സുദർശന ചക്രത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാന്ന്. കാർ ടാസ്കിലെ അടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയുടെ ബാഡ്ജ് നൂറയ്ക്ക് കൈമാറി ലാലേട്ടൻ ബബായി പറഞ്ഞ് പോകുന്നുണ്ട്. ദെൻ ആര്യൻ നെവിനെ വിളിച്ചുകൊണ്ട് പുകമുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നെവിന് ഭയങ്കര എന്താ പറയുക ഡള്ളാണ്. അപ്പം അങ്ങനെയാണ് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ഡേർട്ടി ആവും അന്നത്തെ ഡേ. നൂറയ്ക്ക് ഭയങ്കര സന്തോഷം ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൽ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓവറോൾ വീക്കെൻഡീസ് ചോദിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ കുറച്ചുകൂടി കത്തൽ ആകാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയും ചോദ്യങ്ങളുണ്ട്. ക്യാപ്റ്റൻസിയിലേക്ക് മെയിനായിട്ട് വന്നിട്ടില്ല, അപ്പോൾ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള കിച്ചണിൽ കയറിയുള്ള അതിക്രമം, അതുപോലെ തന്നെ 2 അടുക്കള, ഈ കേസൊക്കെ ചോദിക്കാനുണ്ട്. അതെല്ലാം കൂടുതലായിട്ട് നാളെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നാളത്തെ വിശേഷങ്ങളും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരേക്കും ബൈ.